Dear students, all are welcome to Accounting for Management new classroom. Last class we fund flow statement prepare the different steps explain now steps separate prepare check. First stage first steps schedule of changes in working capital, that is preparation of schedule of changes in working capital. We have working capital is current assets minus current liabilities. Current assets in a list in our mind, current liabilities in a list in our mind. Questions are fixed assets, current assets, intangible assets, fictitious assets. Liabilities in the case long term liabilities, current liabilities. നമുക്ക് ആവശ്യമുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ കറണ്ട് അസറ്റ്സും അതുപോലെ കറണ്ട് ലാബിലിറ്റീസും മാത്രം. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റ്സിന്റെ ഒരു ലിസ്റ്റ് അതുപോലെ കറണ്ട് ലാബിലിറ്റീസിന്റെ ഒരു ലിസ്റ്റും തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൽ പെടുന്ന ഇവന്റ് ഈ ക്വസ്റ്റ്യനിനകത്ത് ഏതാണുള്ളത് എന്നുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിൽ നിന്ന് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് എടുത്താൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഇനി എങ്ങനെയാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുക? വാട്ട്സ് ദ ഫോർമാറ്റ് ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ? ഓക്കെ, then let's go schedule of changes in working capital. That is form of schedule of changes in working capital. Okay, heading കൊടുക്കുക schedule of changes in working capital. Changes in working capital. Okay, heading കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കോളംസും റോസും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then first column for particulars. Particulars write ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ particulars ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? കറണ്ട് അസറ്റ്സും അതുപോലെ കറണ്ട് ലാബിലിറ്റീസ്. Then next column for previous year amount എഴുതാനാണ്. previous year അതായത് previous yearലെ കറണ്ട് അസറ്റിന്റെ വാല്യൂ, previous yearലെ കറണ്ട് ലാബിലിറ്റീസിന്റെ വാല്യൂ. Then next column for current year. current yearലെ current assets, then current year current liabilities record ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു യൂട്ടിലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് കോളം ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. then ഇതെന്ത് ചെയ്യാം സബ്ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇൻക്രീസ്, സെക്കൻഡ് വൺ ഡിക്രീസ്. ഓക്കെ, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇങ്ങനെ സബ്ഡിവിഷൻ കൂടി ചെയ്തു കൊടുക്കാം. ശ്രദ്ധിക്കുക, particulars first column particulars, second column previous year, third column current year, then fourth column changes in working capital divided into two, increase and decrease. ഇതാണ് ഫോർമാറ്റ്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചേഞ്ചസ് ഇൻ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിനോട് ചെയ്യേണ്ടത് കറണ്ട് അസറ്റ്സ്. നമ്മൾ പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ്. കറണ്ട് അസറ്റ്സിന്റെ ഹെഡിങ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് പ്രീവിയസ് ഇയർ സപ്പോസ് 2002 then 2003 രണ്ട് ഇയർ നമ്മൾ എടുത്തു. ഇപ്പൊ 2002 ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് 1000 rupees ആണെന്ന് അസ്യൂം ചെയ്യാം. 2003 അത് 2500 ആണെന്ന് കരുതുക. ക്യാഷ് അറ്റ് ബാങ്ക് 2002 1000 ആയിരുന്നു, 2003 2500 ആണ്. ഇപ്പോൾ നോക്കാം, ക്യാഷ് അറ്റ് ബാങ്ക് പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 1000 ഉള്ളത് എന്തായി 2500 ആയി. അപ്പോൾ എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 1500. അത് ഇൻക്രീസ് കോളത്തിൽ റൈറ്റ് ചെയ്യാം 1500. ഓക്കെ, അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്ന കറണ്ട് അസറ്റ് 1000 രൂപ 2500 രൂപയായി 2003 വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് rupees 1500. Then bills receivable, another current asset ആണ് bills receivable. Then 500, then 400. Okay, അപ്പോൾ 500 rupees ആണ് bills receivable പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നത്. കറണ്ട് ഇയറിൽ അത് എന്തായി 400 ആയിട്ട് ഡിക്രീസ് ചെയ്തേക്കാണ്. സോ ഡിക്രീസ് ₹100. ഇതാണ് ചെയ്യുക. ഇനി ഇതിനെന്ത് ചെയ്യാം ടോട്ടൽ കൊടുക്കുക. ഒരു എക്സാമ്പിൾ ചെയ്യാണ് കേട്ടോ. 1500 then
2900. അപ്പോൾ അസറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ചെയ്തു. അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു. ഇനി ഇതുപോലെ എന്ത് ചെയ്യാം? ലയബിലിറ്റീസ് എടുക്കുക. ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസിന് രണ്ട് എക്സാമ്പിൾ ഇതുപോലെ റൈറ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ, സൺട്രി ക്രെഡിറ്റേഴ്സ്. കറണ്ട് ലയബിലിറ്റി ആണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. നമ്മൾ റൈറ്റ് ചെയ്തു സൺട്രി ക്രെഡിറ്റേഴ്സ്. ദെൻ ₹3000. പ്രീവിയസ് ഇയറിൽ 3000 rupees ആണ് കറണ്ട് ലയബിലിറ്റി ഉണ്ടായിരുന്നത്. അതെന്തായി? 2003 എത്രയായി? ഒരു സപ്പോസ് 2000 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഇതൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ചോദിച്ചാൽ ലയബിലിറ്റിന്റെ വോളിയം കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ലയബിലിറ്റിന്റെ വോളിയം എന്താ ചെയ്യുന്നത്? ഇവിടെ 2002 3000 ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ 2003 അത് എത്രയേ ഉള്ളൂ? 2000 ഉള്ളൂ. അപ്പൊ കറണ്ട് ലയബിലിറ്റിന്റെ വോളിയം കുറയാണ് ചെയ്യുന്നത്. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. അതായത് ലയബിലിറ്റിന്റെ വോളിയം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഫേമിന്റെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ വോളിയം കൂടുകയാണ് ചെയ്യുക. അപ്പൊ എത്ര രൂപ കൂടെ കൂടിയിട്ടുണ്ട്? 1000 rupees. ശ്രദ്ധിക്കണേ, കറണ്ട് അസറ്റ്സിന്റെ കേസിൽ 1000 ഉള്ളത് 2500 ആണെന്ന് പറഞ്ഞു. അപ്പൊ കമ്പനിയുടെ അസറ്റിന്റെ വോളിയം ഇൻക്രീസ് ചെയ്തേക്കാണ് 1500. ലയബിലിറ്റിന്റെ വോളിയം കൂടി എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ വോളിയം കുറഞ്ഞു. അപ്പോൾ ഇവിടെ ലയബിലിറ്റിന്റെ വോളിയം കുറഞ്ഞേക്കാണ്. 3000 ഉള്ളത് 2000 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ 1000 എന്ത് ചെയ്ത്? ലയബിലിറ്റി കുറഞ്ഞേക്കാണ്. അങ്ങനെ ലയബിലിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ വോളിയം കൂടുകയാണ് ചെയ്യുക. സോ ഇൻക്രീസ് കോളത്തില് ₹1000. ഓക്കെ, ദെൻ ബിൽസ് പേയബിൾ, അനദർ കറന്റ് ലയബിലിറ്റി ആണ് ബിൽസ് പേയബിൾ. ദെൻ 550, 2002 ബിൽസ് പേയബിൾ 550 ആണുള്ളത്. ദെൻ 650, ദെൻ 2003 650 ആയിട്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? 100ന്റെ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് 550 minus 650 will get 100 rupees. ഇവിടെ എന്ത് ചെയ്തേക്കാണ്? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പൊ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? 100 rupees റെഡ്യൂസ് ചെയ്തേക്കാണ് വർക്കിംഗ് ക്യാപിറ്റൽ. 100 rupees ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ശ്രദ്ധിക്കുക, ലയബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. ലയബിലിറ്റി കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യും. ഇവിടെ ഹെഡിങ് എന്താ കൊടുത്തത്? ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നോക്കാം. ദെൻ ഇനി ഇത് ടോട്ടൽ ചെയ്യുന്നു. അതായത് കറന്റ് ലയബിലിറ്റീസ് ടോട്ടൽ ചെയ്യുക. കറന്റ് ലയബിലിറ്റീസ് ടോട്ടൽ ചെയ്യുമ്പോൾ 3550, ദെൻ 2650. 2550 2650. ഓക്കെ, അപ്പൊ ഇത് ടോട്ടൽ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് എന്തായി? കറന്റ് അസറ്റ്സും അതുപോലെ കറന്റ് ലയബിലിറ്റീസും ആയി. ഇവിടെ കറന്റ് അസറ്റ്സും അതുപോലെ കറന്റ് ലയബിലിറ്റീസും ആയി. ഇവിടെ ലോസ് കടന്നു വരുന്നതുകൊണ്ട് നമുക്ക് സപ്പോസ് ഇവിടെ ഒരു 4000 rupees ആയിട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. 4000 ആകുമ്പോൾ ഇവിടെ 4500 ആവും. ഓക്കെ, ഇവിടെ 4000 ആക്കി നമ്മൾ ഇൻക്രീസ് ചെയ്തു. അപ്പൊ 2500 ഡിഡക്ട് ചെയ്തു. 1500 ഡിക്രീസ് ചെയ്തു. 500 400 then again 100 ഡിക്രീസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 4500. അപ്പോൾ ലയബിലിറ്റീസിന്റെ കേസിൽ 3000 2000 1000 550 650 100. ഇനി അസറ്റ് ടോട്ടൽ ചെയ്തു. ഇനി ലയബിലിറ്റീസ് അതുപോലെ എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. 3550 2650. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വരും? കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി. 4500 മൈനസ് 3550 മൈനസ് ചെയ്താൽ 950. ഓക്കെ, 950. Here 2900 minus 2650. Then balance 250. 250 ആണ് ബാലൻസ്. ഇത് ടോട്ടൽ ചെയ്യും. ഓക്കെ, ഇവിടെ 950 ഹിയർ 950 എന്ന് കൊടുക്കുക. ടോട്ടൽ വാല്യൂ. then 950 250 ആയിട്ട് എന്ത് ചെയ്തേക്കാണ്? ഇവിടെ ഡിക്രീസ് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ഡിഫറൻസ് എമൗണ്ട് 700.
ഈ 700 ഇവിടുത്തെ ഡിഫറൻസിൽ നമുക്ക് കിട്ടിയിരിക്കണം. അപ്പൊ നോക്കാം, 1500 then 1600 1700 റൈറ്റ്. 1700 ഇവിടെ എത്രയേ ഉള്ളൂ ഡിഫറൻസ്? 1000 റുപ്പീസേ വരുന്നുള്ളൂ. ഇവിടെ 1700 റൈറ്റ് ചെയ്യുന്നു. then 700 റുപ്പീസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഡിഫറൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഡിക്രീസ് in working capital, decrease in working capital. വർക്കിംഗ് ക്യാപിറ്റൽ 700 ആയിട്ട് ഡിക്രീസ് ചെയ്തേക്കാണ്. ഓക്കെ, ഇവിടെ കറണ്ട് അസറ്റ്സിന്റെ 950 ആണ് 2002 ഉണ്ടായിരുന്നത്. അത് 2003 വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 250 ആണ്. അപ്പോൾ 2002 950 വർക്കിംഗ് ക്യാപിറ്റൽ, 2003 250 ഉള്ളു വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തേക്കാണ്. എത്ര രൂപയുടെ? 700 റുപ്പീസ്. ഓക്കെ, ആ 700 ആണ് റൈറ്റ് ചെയ്തത്. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ റുപ്പീസ് 700. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വർക്ക്ഔട്ട് ചെയ്യുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന് ഹെഡിങ് കൊടുക്കുക. പീരീഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പീരീഡ് അസൈൻ ചെയ്യുക. ദെൻ പർട്ടിക്കുലേഴ്സ്, പ്രീവിയസ് ഇയർ വാല്യൂ, കറണ്ട് ഇയർ വാല്യൂ, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. തന്നിട്ടുള്ള ഇയർ ഏതാണോ അത് എൻ്റർ ചെയ്യുന്നു. ദെൻ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫസ്റ്റ് കോളം ഇൻക്രീസ്, സെക്കൻഡ് കോളം ഡിക്രീസ്. ദെൻ കറണ്ട് അസറ്റ്സ് മുഴുവനായിട്ട് റൈറ്റ് ചെയ്യുന്നു. ദെൻ അതിന്റെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ചെക്ക് ചെയ്യുക. അതുപോലെ കറണ്ട് ലാബിലിറ്റീസ് പൂർണ്ണമായിട്ട് റൈറ്റ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കറണ്ട് ലാബിലിറ്റിയുടെ വോളിയം റെഡ്യൂസ് ചെയ്തേക്കാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നു. ദെൻ കറണ്ട് ലാബിലിറ്റിയുടെ വോളിയം ഇൻക്രീസ് ചെയ്തേക്കാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിനുള്ള ചേഞ്ചസ് ഫൈൻഡ് ചെയ്യുന്നു. ആ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് അസറ്റ്സ് ഓഫ് 2002 മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി ഓഫ് 2002. ദാറ്റ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് 2002. സെയിം വേ 2003 കറണ്ട് അസറ്റ്സിന്റെ ടോട്ടൽ വാല്യൂ മൈനസ് 2003 കറണ്ട് ലയബിലിറ്റീസിന്റെ ടോട്ടൽ, അതിനുള്ള ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇത് തമ്മിലാണ് കമ്പാരിസൺ നടക്കുന്നത്. 950 എന്നുള്ളത് 250 ആയിട്ട് ഡിക്രീസ് ചെയ്തേക്കാണ്. അപ്പൊ എത്ര രൂപയാണോ ഡിക്രീസ് ചെയ്തിട്ടുള്ളത് ആ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ റൈറ്റ് ചെയ്തു. ഈ ഡിഫറൻസ് എമൗണ്ട് തന്നെയാണ് ഇവിടെയും എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാവും. സോ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. Is it clear? Thank you.